ലെറ്റ്സ് ഡു സം എസ്തെറ്റിക് എംബ്രോയ്ഡറി. നമുക്ക് കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള എംബ്രോയ്ഡറി, ഹാൻഡ് എംബ്രോയ്ഡറീസ് ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്കൊരു റിങ് വേണമെന്നൊന്നുമില്ല, ലൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മുടെ അടുത്ത് എംബ്രോയ്ഡറി ത്രെഡ് ആട്ടോ, അത് 6 strands എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു 6 strands കയറാൻ പറ്റുന്നൊരു സൂചി, അങ്ങനെ ഇന്ന നമ്പറിനൊന്നുമില്ല. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തുന്നി കൊടുക്കാം. അത് ഓൾമോസ്റ്റ് ഒരേ ലെങ്ത്ത് ആയാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. പക്ഷെ ഞാൻ ചെയ്ത് തന്നപ്പോഴത്തേക്കും ലെങ്ത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു 3-4 പ്രാവശ്യം അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുത്തു. ഇതേപോലെ നടുക്കുന്ന ജസ്റ്റ് ഇങ്ങനെ കുത്തി എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ, വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല, ഇപ്പോൾ ക്ലിയറായി. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടി എന്ന് വെച്ചാൽ ആ തുണിയിൽ പെടാണ്ട് ഈ നൂലുകളുടെ ഇടയിൽ കൂടി ഒന്ന് ലൂപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു ലൂപ്പ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് അതെനിക്ക് കൊടുത്തപ്പോഴത്തേക്കും വേണ്ടായിരുന്നെന്ന് തോന്നി. ലാസ്റ്റ് ഒരു ലൂപ്പും കൂടി കൊടുക്കാണ്ട് ഒരു ലൂപ്പ് മാത്രം കൊടുത്തിട്ട് താഴത്തേക്ക് കുത്തി ഇറക്കുക. എന്നിട്ട് നമുക്ക് താഴത്തെ ആ ബോയുടെ തുണി കിടക്കുന്ന ആ ഒരു വള്ളിയിൽ അതും കൂടി സെറ്റ് ചെയ്യാം. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തുന്നി കൊടുത്താൽ മതി. ഇതേപോലെ ലാങ്കൻ്റെ ത്രെഡാട്ടോ യൂസ് ചെയ്ത്. ത്രെഡിന് ഒരു 10 rupees എന്തോ വരുന്നത് കേട്ടോ, ഒരു സെറ്റ്, ഒരു ത്രെഡിനോട് എന്താ പറയുക, ഒരു സെറ്റ് ത്രെഡിന്. നമ്മൾ ഫസ്റ്റത്തെ ഒരു ബോ തുന്നി എടുത്തോട്ടോ, നമുക്ക് അടുത്ത ബോ തുന്നി എടുക്കാം കേട്ടോ. സെയിം ത്രെഡ് തന്നെ യൂസ് ചെയ്യുന്നത്, 6 strands തന്നെ യൂസ് ചെയ്യുന്നത്, സെയിം നീഡിൽ തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഇതേപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് ഇതിനകത്ത് കാണുന്ന പോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഇതിലേക്കൂടെ കുത്തിയെടുത്തിട്ട് ഇതേപോലെ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ലൂപ്പ് പോലെ ഈ നൂല് ആ സൂചിയുടെ ചുറ്റിനും എടുക്കുക. എന്നിട്ട് ഇങ്ങനെ വലിച്ചെടുത്തിട്ട്, ഒരുപാട് വലിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വലിഞ്ഞോളും. അങ്ങനെ ഭയങ്കരമായിട്ട് ഒരുപാട് വലിച്ചെടുക്കരുത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നിൽക്കാൻ പാകത്തിന് രീതിയിൽ വലിച്ചെടുത്തിട്ട് താഴത്തേക്ക് കുത്തി ഇറക്കുക. ഇപ്പോൾ ഒരു സ്റ്റിച്ച് കിട്ടിയില്ല, അതിൻ്റെ പേര് ലേസി ഡേയ്സ് എന്നാട്ടോ. അതേപോലെ ഇപ്പുറത്തെ സൈഡിലേക്കും സെയിം സംഭവം തന്നെ ചെയ്യുക. സൂചി കുത്തിയെടുത്തതിൻ്റെ ഇപ്പുറത്തെ പോയിൻ്റിൽ കൂടി സൂചി പൊക്കത്തേക്ക് എടുത്തിട്ട് ഇപ്പുറത്ത് ഇച്ചിരി സ്പേസ് ഇട്ട് ഇങ്ങനെ ഒന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റിലേക്കും ആ ത്രെഡ് ഒരു ലൂപ്പ് പോലെ സെറ്റ് ചെയ്യുക. ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നോട്ടൊന്നും വീഴാണ്ട് ശ്രദ്ധിക്കണം. ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിച്ചു എടുക്കരുത് കേട്ടോ. എന്നിട്ട് താഴത്തേക്ക് കുത്തി ഇറക്കുക. ഓക്കെ, ഇപ്പോൾ ആ ബോയുടെ കൊമ്പ് പോലത്തെ 2 സാധനം വന്നില്ലേ, ഇനി താഴത്ത് ആ വള്ളിയും കൂടി ജസ്റ്റ് നമ്മൾ ബോ കെട്ടി കഴിയുമ്പോൾ താഴത്ത് ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്ന ആ ഒരു വള്ളിയും കൂടി സെറ്റ് ചെയ്താൽ മതി. അതിന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സാധാരണ പോലെ ഒന്ന് കുത്തിയെടുക്കുക, താഴത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ടേക്ക് വയ്ക്കുക, പിന്നെ ഒന്നും കൂടി കുത്തിയെടുക്കുക, താഴത്തേക്ക് വയ്ക്കുക. അത്രയും. ഇതാണെങ്കിൽ നമുക്ക് നമ്മുടെ ബാഗിൽ ചെയ്ത് കൊടുക്കാം, നമ്മുടെ ജീൻസിൻ്റെ പോക്കറ്റിൻ്റെ സൈഡിൽ ചെയ്ത് കൊടുക്കാം, ഷർട്ടിൽ ചെയ്ത് കൊടുക്കാം, ഷർട്ട് കോളറിൽ, അല്ലാണ്ട് ടീഷർട്ട്സിൽ, അല്ലാണ്ട് നമ്മുടെ സാധാരണ ഡ്രസ്സിൽ, എവിടെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം.